സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ ഭർത്തൃപിതാവ് യുവതിയുടെ കൈപ്പത്തി വെട്ടിമാറ്റി. കുടുംബത്തർക്കത്തെ തുടർന്നാണ് സംഭവം. കേസിൽ ഭർത്തൃപിതാവ് അലക്സാണ്ടറിനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. അലക്സാണ്ടറിന്റെ ഭാര്യ സാറാമയ്ക്കും മകൾ ജിൻസ് ജോണിനുമാണ് വെട്ടേറ്റത്. ഈ ജിൻസിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇതെന്താണ് ഈ കുടുംബ തർക്കത്തെ തുടർന്നാണോ ഈ രീതിയിൽ ഈ അലക്സാണ്ടർ പരാക്രമം കാട്ടിയത്? ഇത് സ്ഥിരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും കുടുംബ പ്രശ്നമാണ് ഈ ഒരു അക്രമത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രി ഒരു 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തന്നെ. അലക്സാണ്ടറിൻ്റെ വീട്ടിൽ അലക്സാണ്ടറും ഭാര്യയും മരുമകളും ഉൾപ്പെടെ ഇവർ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വഴക്കിലേക്ക് നീങ്ങിയത്. അങ്ങനെ കയ്യിൽ കരുതിയ ഒരു വെട്ടുകത്തി, അതായത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു വെട്ടുകത്തി എടുത്ത് ആദ്യം ഭാര്യയെ മർദ്ദിക്കുന്നു, തുടർന്ന് വെട്ടാൻ ശ്രമിക്കുന്നു, വെട്ടുന്നു. അതിനുശേഷമാണ് ഈ മരുമകളെ വെട്ടിയത്. വെട്ടിയപ്പോൾ തന്നെ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൈ വെട്ടേറ്റത്. അങ്ങനെ കൈപ്പത്തി വിരലുകളടക്കം മുറിഞ്ഞു മാറിയതായിട്ടുള്ളതാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്നും ഇത് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊല്ലത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് ജിൻസിയെ മാറ്റുകയും ചെയ്തു. ജിൻസിയോടൊപ്പം തന്നെ മാതാവിനും വെട്ടേറ്റിരുന്നു, കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വെട്ടേറ്റിരുന്നു. അങ്ങനെ രണ്ടുപേരെയും ഒരു ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. എന്തായാലും ആശ്വാസകരമായിട്ട് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയായി. ഇവരുടെ കൈകൾ തുന്നി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കൂടി. അപ്പോൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരുടെ ഒരു നിലവിളി കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുന്നത്. ഓടിയെത്തിയപ്പോൾ തന്നെ അലക്സാണ്ടറിനെ നാട്ടുകാർ പിടിച്ചു വെച്ചു, പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് വന്ന് അലക്സാണ്ടറിനെ കൂട്ടിക്കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കുടുംബ പ്രശ്നമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. യെസ്, ഇങ്ങനെ കുടുംബ പ്രശ്നമാണെന്ന് പറയുമ്പോഴും ഈ അലക്സാണ്ടർ മദ്യലഹരിയിൽ മറ്റോ ആണോ ഈ പരാക്രമം കാട്ടിയത്? കാരണം ഒരു സുബോധത്തിൽ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ? പ്രത്യേകിച്ചും ചെറിയ അക്രമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ചെറിയ വാക്ക് തർക്കമൊക്കെ വീട്ടിലുണ്ടാകാം. പക്ഷേ ഇതിനെ ഈ കൈപ്പത്തി വെട്ടി മാറ്റുന്ന രീതിയിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത്രയധികം ഒരു പക കാണും, വൈരാഗ്യം കാണും. ഇതൊരു നിസ്സാര പ്രശ്നമാണോ ഇങ്ങനെയുള്ളൊരു അതിക്രമത്തിലേക്ക് നയിച്ചത്? നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്, അലക്സാണ്ടറിൻ്റെ ഒരു പെൺസുഹൃത്തുമായിട്ട് പെൺസുഹൃത്തിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഇവർ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അലക്സാണ്ടറുടെ ഭാര്യയുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്സാണ്ടറിൻ്റെ മൊബൈൽ ഫോണിൽ അലക്സാണ്ടറുടെ പെൺസുഹൃത്തിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ഈ മരുമകൾ കാണിച്ചു കൊടുത്തു. ഇതാണ് ഈ ഒരു പ്രകോപനം ഉണ്ടാകാനും ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇതിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കമാണ് ഇത്രത്തോളം വലിയൊരു പ്രകോപനം ഉണ്ടായത്. ഈ മരുമകൾക്ക് നേരെ അക്രമം ഉണ്ടായതും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടക്കുന്നത്. പോലീസ് ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം വലിയ അതിദാരുണമായൊരു സംഭവം തന്നെ, നാടിനെ നടുക്കിയൊരു സംഭവം തന്നെയായിരുന്നു. ശരിക്കും ഒരു പെൺകുട്ടിയുടെ, അതായത് മരുമകളുടെ കൈപ്പത്തി അടക്കം വെട്ടിമാറ്റിയ നിലയിലായിരുന്നു. നാട്ടുകാരെയും അത് വലിയ രീതിയിൽ ഭീതിപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ആംബുലൻസ് എത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അലക്സാണ്ടറിനെ കുറിച്ച് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, അലക്സാണ്ടർ ഒരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന് ശേഷം അയാൾ നാട്ടിലെത്തുകയും കൃഷി സംബന്ധമായ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇടയ്ക്ക് അയാൾ യൂബർ ടാക്സി തൊഴിലാളിയൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുമായി മുൻപും ഇവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നിയമപരമായിട്ടോ അല്ലെങ്കിലോ എന്തെങ്കിലും പരിഹാരം കാണേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത് ആയുധം വെച്ച് നേരിടേണ്ടി ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. യെസ്, എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. വിനീഷ്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അലക്സാണ്ടറും ഭാര്യയും മരുമകളും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? ഈ മരുമകളെ ആക്രമിക്കാനുള്ള കാരണം ഈ കുടുംബ പ്രശ്നമാണ്. പക്ഷെ ഭാര്യയെയും ഇയാൾ ഇങ്ങനെ ഈ ആക്രമിക്കാൻ, വെട്ടിപ്പരിക്കേൽപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഈ ദാമ്പത്യ പ്രശ്നം മറ്റോ ആണോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
അലക്സാണ്ടർ മറ്റൊരു ഒരു പെൺസുഹൃത്തുമായിട്ടുള്ള ഒരു സംഭവം അതിനെ ചുറ്റി ഇവരുടെ വീട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അലക്സാണ്ടറുടെ മൊബൈൽ ഫോണിൽ ചില ഫോട്ടോകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരുമകളാണ് അമ്മയെ ഇത് കാട്ടിക്കൊടുക്കുന്നത്. അത് അലക്സാണ്ടർ തിരിച്ചറിയുകയും ചെയ്തു. ഇങ്ങനെയാണ് അലക്സാണ്ടറിന് മരുമകളോട് ദേഷ്യമുണ്ടാകുന്നതും മരുമകളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. വലിയ അതായത് കൊലപ്പെടുത്താൻ ശ്രമിച്ച, അതായത് കൈപ്പത്തി വെട്ടി രണ്ടാക്കി മാറ്റിയ വെട്ടുകത്തി അടക്കം ഒരു വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു. അപ്പം ഈ ഒരു കാരണമാണ് ഇത്രത്തോളം പ്രകോപനവും ദേഷ്യവും ഒക്കെ ഉണ്ടാവാൻ അലക്സാണ്ടറിന് കാരണമായത്. അലക്സാണ്ടറിന് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളോ നേരത്തെ കേസുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. പെട്ടെന്ന് ഇതാണ് ഇയാൾക്ക് പ്രകോപനം ഉണ്ടാകാനും ദേഷ്യം തോന്നാനും ഉണ്ടായ ഒരു പ്രധാന കാരണം ആയിട്ട് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അലക്സാണ്ടർ ഇപ്പോൾ പോലീസ് കസ്റ്റഡി തന്നെയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.